ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയ ചങ്ക്സ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ജാറിൽ നമുക്ക് ഒരു 3-4 വെളുത്തുള്ളി, ഒരു വലിയ സൈസ് ഇഞ്ചി, 2 പച്ചമുളക്, ചെറിയ 2 പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അരങ്ങി കിട്ടുന്നതാണ്. ഞാൻ ദേ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഈ സോയ ചങ്ക് നമുക്ക് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഈ സോയ ചങ്കിലുള്ള വെള്ളമൊക്കെ പിഴുങ്ങി കളഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല പേസ്റ്റ് ഇതിലോട്ട് പകുതി ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് പിന്നീട് ചേർക്കാനുള്ളതാണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരിയാണ് ചേർത്തത്. പിന്നെ ഒരു 1/4 കപ്പിന് താഴെ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ബിരിയാണി സ്പൈസസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏല എന്നിവ 2 വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം 2 സവാള സ്ലൈസാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന ബാക്കി മസാല പേസ്റ്റ് കൂടി ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതുപോലെ നിറം മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് മല്ലിയില പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരിയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 2 തക്കാളി കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വെന്തുടങ്ങി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വെന്തുടങ്ങി പേസ്റ്റ് പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന 2 കപ്പ് ബസ്മതി റൈസ് ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വച്ചതിന് ശേഷം 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ 3 കപ്പ് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുന്നില്ല. 3-ാമത്തെ കപ്പ് പകുതി ഞാൻ ശകലം വെള്ളം കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് അല്പം മുൻപിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ടതിന് ശേഷം അതിന് ആവി വരുമ്പോൾ മാത്രം കുക്കറിൻ്റെ വിസിലിടുക. ആവി വന്നതിന് ശേഷം വിസിലിട്ടത് കഴിഞ്ഞ് ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു വിസിൽ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരി നന്നായിട്ട് വെന്തിരിക്കും. ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം അതിൽ കാണും. അപ്പോൾ നമുക്കൊരു 3 മിനിറ്റ് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ റൈസ് ഇതുപോലെ പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ വെള്ളത്തിൻ്റെ അംശമോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള ബിരിയാണി കിട്ടും. ബിരിയാണിയുടെ ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് ഈ പരുവത്തിൽ നല്ല കറക്റ്റ് ടെക്സ്ചറോടുകൂടി തന്നെ നമുക്ക് ബിരിയാണി കിട്ടും. ഇത് എൻ്റെ ഒരു പരീക്ഷണമാണ്. ഞാൻ യൂട്യൂബ് വീഡിയോ നോക്കി ചെയ്ത് സക്സസ് ആയ ഒരു പരീക്ഷണമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.